അവരെ കസ്റ്റഡിയിലെടുക്കാതെ കേസ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് കഷ്ടമാണ് സാർ. അതുകൊണ്ട് DVSP എന്നുള്ള നിലയ്ക്ക് സഞ്ജനയെ കസ്റ്റഡിയിലെടുക്കാൻ എനിക്ക് അനുവാദം തരണം സാർ. ജനം വയലന്റ് ആണ്. ഇപ്പൊ ആര് ചത്താലും ഏതെങ്കിലും ഒരു പാർട്ടി ഏറ്റെടുക്കല്ലേ. മോളിൽ നിന്നുള്ള ഫോൺ കോൾ കാരണം എന്റെ ചെവി അടഞ്ഞു. എന്ത് എക്സ്പ്ലനേഷനാ സത്യ തനിക്ക് തരാനുള്ളത്? സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് തലയിലേറ്റ മാരകമായ അടിയാണ് മരണകാരണം. അതുകൊണ്ട് തന്നെ സഞ്ജനയ്ക്ക് ഒരു സഹായി ഉണ്ടായിരുന്നതായി നമുക്ക് സംശയിക്കാം. അയാളെ രക്ഷിക്കാൻ അവൾ കുറ്റം സ്വയം ഏറ്റതാവാം. അങ്ങനെയാണെങ്കിൽ പോലും സഞ്ജന വിമൽ റോയ്ക്ക് നൽകിയെന്ന് പറയുന്ന 10 ലക്ഷം ഉറുപ്പിക എവിടെ പോയിന്നറിയില്ല. അതുകൊണ്ട് കൊലപാതകത്തിൽ രണ്ടാമതൊരാൾ കൂടിയുണ്ടെന്നാണ് എന്റെ നിഗമനം. ഹലോ സാർ, ആ കാര്യം തന്നെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ല, നടിയാണെന്നുള്ള യാതൊരു ആനുകൂല്യവും കൊടുക്കുന്നില്ല സാർ. നഗ്നമായ നിയമലംഘനമാണ് CI സത്യനാഥൻ നടത്തിയിരിക്കുന്നത്. കൊലപാതകം ചെയ്തത് നടി സഞ്ജനയാണെന്ന് വ്യക്തമായിട്ടും അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഈ അമ്മയുടെ കണ്ണീരിനോട് കാണിക്കുന്ന അവഹേളനമാണ്. ഇതിങ്ങനെ തുടർന്നു പോകാൻ നമുക്കാവില്ല. ശക്തമായ ഒരു പ്രക്ഷോഭ പരമ്പര തന്നെ തുടങ്ങാൻ ഈ ആക്ഷൻ കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. വിമൽ റോയെ കൊന്നത് സഞ്ജനയാണെന്ന് ഉറച്ചു പറയാൻ എന്താ കാരണം? ആക്ച്വലി ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ സഞ്ജനയുടെ കുറെ വൃത്തികെട്ട ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാണത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് എവിടൊക്കെയോ അഴിഞ്ഞാടി നടന്ന കാലത്തുള്ളത്. അത് കൈക്കലാക്കാൻ വേണ്ടി അവൾ അവരെ തട്ടിയത് തന്നെ ഉറപ്പാ. പോലീസ് ഓഫീസർ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഇതൊക്കെ അയാളോട് പറഞ്ഞതാ. പിന്നെന്താ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാ എനിക്കറിയില്ല. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാണും. നടി സഞ്ജനയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നടിയുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക. സത്യനാഥൻ നീതി പാലിക്കുക. പോലീസ് നടിയുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക. നടി സഞ്ജനയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നടിയുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക. നടി സഞ്ജനയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നടിയുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക. സത്യനാഥൻ നീതി പാലിക്കുക. പോലീസ് നടിയുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക. നോ മോർ എക്സ്പ്ലനേഷൻസ്. പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യണം. സാർ എന്താ ഈ പറയുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ കേസ് കോടതിയിലെത്തിയാൽ അത് തള്ളിപ്പോകും. പതിവ് പോലെ കേരള പോലീസിനെ കുറെ സഹായിച്ചിട്ട് അവർ വേറെ അന്വേഷണ ഏജൻസി ഏൽപ്പിക്കും. അല്ലെങ്കിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. 24 മണിക്കൂറിനകം അറസ്റ്റ് നടന്നില്ലെങ്കിൽ വേറെ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് തീരുമാനം. സാർ, ഒരാഴ്ച കൂടി, 7 ദിവസം, അതിനുള്ളിൽ കേസ് ഞാൻ തെളിയിക്കും. ഒരാഴ്ചയൊന്നും പറ്റില്ല. 24 മണിക്കൂറിനകം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറ. 24 മണിക്കൂറിനകം എനിക്ക് ചെയ്യാൻ പറ്റാവുന്നത് ലീവ് എടുത്ത് നാട്ടിൽ പോകാനേ പറ്റൂ. എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. കൊള്ളാം സാറേ. മര്യാദയ്ക്ക് നാട്ടിൽ കിടന്ന് എന്നെ ഉപദേശിച്ച് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഞാനായിട്ട് സൃഷ്ടിച്ച കേസ് ഇത്രയും ഒക്കെ ആക്കി വെച്ചിട്ട് ഇപ്പതേ തിരിച്ചു പൊക്കോളാൻ. ഇപ്പൊ സത്യനാഥൻ ആരായി സാറേ? SP ഫിലിപ്പ് തരകൻ സാർ. ശരി സാർ, ഓക്കെ. കേസ് CBIക്ക് വിട്ടുന്നു. Cool.
Hello, sir. യെസ്. I'm Nandini Verma from CBI. ഓ, യു ക്യാരി ഓൺ. ടേക്ക് യുവർ സീറ്റ്. Thank you. വിമൽ റോയ് വധക്കേസിന്റെ അന്വേഷണം ഒരു ലേഡിക്കാണെന്ന് കേട്ടിരുന്നു. പക്ഷേ ആളിത്ര ചെറുപ്പാണെന്ന് കരുതിയില്ല. സർ, എനിക്ക് ഈ കാര്യത്തിൽ കേരള പോലീസിന്റെ എല്ലാ ഹെൽപ്പും വേണം. തീർച്ചയായും ഈ കേസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരാള് CI സത്യനാഥനാണ്. ഹൈവേ സൈഡിൽ കണ്ടെത്തിയ ഡെഡ് ബോഡി സാധാരണഗതിയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വിട്ടുകൊടുക്കുന്നതോടെ അവസാനിക്കേണ്ട ഒരു കേസ്. അത് ഇത്രയും ആക്കിയത് സത്യനാണ്. കേസ് തെളിയിക്കാൻ 7 ദിവസം കൂടെ സമയം നൽകണമെന്ന് സത്യൻ എന്നോട് ആവശ്യപ്പെട്ടതാ. പക്ഷേ 7 ദിവസം കൊണ്ട് ഈ കേസ് തെളിയുമായിരുന്നെങ്കിൽ അയാൾക്കത് നേരത്തെ ആകരുതായിരുന്നു. അതെ, എന്നാലും മർഡറിന്റെ ഫുൾ ഡീറ്റെയിൽസുമായി ഞാൻ സത്യനെ നിങ്ങളുടെ ഓഫീസിലേക്ക് അയക്കാം. എന്തു പറയുന്നു? ഓക്കെ സർ. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. ആദ്യം ചോദ്യം ചെയ്യേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. സഞ്ജനയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വാവ്, ഗ്രാൻഡ് ആയല്ലോ നമ്മുടെ താൽക്കാലിക ഓഫീസ്. മുകളിൽ താമസം, താഴെ ഓഫീസ്. ഗ്രേറ്റ്. മേ കമ്മിങ്? യെസ്. ഐ ആം സത്യനാഥൻ. വിമൽ റോയ് വധക്കേസിന്റെ അന്വേഷണ ചുമതല എനിക്കായിരുന്നു. SP പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാളെ കുറിച്ച്. വരൂ. മാഡത്തിന് എന്തോ ചോദിക്കാനുണ്ടെന്ന് തരയൻ സാർ എന്നോട് പറഞ്ഞു. എനിക്ക് ചോദിക്കാനൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെയോ മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നോ 7 ദിവസത്തിനകം പ്രതിയെ കണ്ടെത്തുമെന്നോ ഒക്കെ തരകൻ സാർ പറഞ്ഞു. അതെന്താണെന്നറിയാൻ വരാൻ പറഞ്ഞതാ. മഹത്തായ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ല മാഡം, ചില സംശയങ്ങൾ. അതൊന്ന് ക്ലിയർ ചെയ്താൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയുമെന്ന എന്റെ വിശ്വാസം. ഓ, സംശയങ്ങളും വിശ്വാസങ്ങളും. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് പൊതുവെ അന്ധവിശ്വാസികളാണല്ലോ. അതിന്റെ പുറത്താണോ 7 ദിവസം കൊണ്ട് എന്തോ ബ്ലാക്ക് മാജിക് കാട്ടി പ്രതിയെ കണ്ടെത്താമെന്ന് വീരവാദം അടിച്ചത്? ഹാവ് എ സീറ്റ്. പൊതുവെ കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സഹായവും കിട്ടാറില്ല. പിന്നെ തെളിവുകൾ നശിപ്പിച്ച് പ്രതികളെ രക്ഷിക്കലാണല്ലോ നിങ്ങളുടെ പ്രധാന ഡ്യൂട്ടി. എന്താ, അങ്ങനെ വല്ല സഹായം ചെയ്തു വെച്ചിട്ടാണോ ഈ വരവ്? അങ്ങനെ കേരള പോലീസിന് അടച്ചു കുറ്റം പറയരുത് മാഡം. ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഈ കാക്കിക്കുപ്പായം തെളിവുകൾ നശിപ്പിക്കാനോ പ്രതികളെ രക്ഷിക്കാനോ അല്ല, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനം നികുതിയായി നൽകുന്ന വിയർപ്പിന്റെ മണമുള്ള നോട്ടുകളാ ഞങ്ങൾ ശമ്പളമായി എണ്ണി വാങ്ങിക്കുന്നതിന് ഉറച്ച വിശ്വാസമുള്ളവനാ ഞാൻ. കൂൾ ഡൗൺ മിസ്റ്റർ സത്യനാഥൻ. ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങള് CBI-ക്കാർ കേരള പോലീസിന് ഒരു അബ്രിവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള പോലീസിനെ കുറിച്ച് ഇത്തരം ഒരു മുൻവിധി വെച്ച് പുലർത്തുന്ന CBI-യിൽ ഇതൊന്നുമില്ലേ? കോട്ടയത്ത് തിരുവസ്ത്രമണിഞ്ഞൊരു കർത്താവിന്റെ മണവാട്ടി കൊല്ലപ്പെട്ടിട്ട് വർഷം 16ആയി. വർഷാവർഷം മാറി വരുന്ന CBI-ക്കാരന്റെ കേസ് തെളിച്ചില്ല. എന്തിനാ കേസ് തെളിയിക്കുമെന്ന് തോന്നി ഓഫീസറെ പുകച്ചു പുറത്തിയാടിച്ചത്? ഇവിടുത്തെ പരമോന്നത കോടതി വരെ കുറ്റപ്പെടുത്തിയില്ലേ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ? ചൂടാവല്ല മാഡം, പഴയ കാലൊന്നല്ല. പോക്കറ്റ് അടിക്കാരന്റെ പോക്കറ്റിൽ കയറുന്ന പോലീസിനും കേന്ദ്രമന്ത്രിമാർക്ക് പാദസേവ ചെയ്യുന്ന ചില പരമോന്നത അന്വേഷണ ഏജൻസി ഓഫീസർമാരൊക്കെ ലൈവായി പൊതുജന മധ്യത്തിൽ നിർത്തി തൊലിയിരിച്ച് കാട്ടാൻ മത്സരിക്കുന്ന TV ചാനലിന്റെ കാലത്. പത്രം വായിക്കുന്ന TV കാണുന്ന കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം CBI-യും കേരള പോലീസും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന്. രണ്ടില് നന്മയും തിന്മയുണ്ടെന്ന്. ഇതാ ഈ ബ്ലാക്ക് മാജിക്കാരന്റെ വിയർപ്പിന്റെ ഫലം. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. മാഡത്തിന്റെ മുമ്പിൽ വന്ന് ഇത്രയൊക്കെ സംസാരിക്കാൻ കാരണം കേരള പോലീസിനെ കുറിച്ചുള്ള വൃത്തികെട്ട മുൻവിധികൾ ഈ നാവിൽ നിന്ന് കേട്ടതുകൊണ്ടാ. ഈ കാക്കിക്കുപ്പായത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇന്നു മുതൽ ഇതൊന്ന് ഊരിവെക്കുക. ഒരു ലോങ് ലീവ്. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മാഡത്തിന്റെ ഒന്നും അനുമതി ഇല്ലാതെ ഞാനും അന്വേഷിക്കാൻ പോയി കേസ് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് കാണാം. എല്ലാവരും കാണണമെന്ന് പറയാറുള്ളൂ മാഡം, ആരും കാണിക്കാറില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.